കേരളത്തിൽ രാസവളങ്ങൾ കിട്ടാതെ കർഷകർ വലയുന്നു. പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മാത്യു വർഗീസ് ആവശ്യപ്പെട്ടു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ അടിസ്ഥാനത്തിൽ 2-3 ഇരട്ടി വിലയും രാസവളങ്ങൾക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പലതും വ്യാപാരികൾ പൂഴ്ത്തിവെച്ച് കൃത്രിമക്ഷാമം വരുത്തി തീർക്കുകയാണെന്നും മാത്യു വർഗീസ് കുറ്റപ്പെടുത്തി. കേരളത്തിൽ ഇപ്പോൾ കൃഷിക്കാവശ്യമായ രാസവളങ്ങളും കീടനാശിനികളും ആവശ്യത്തിന് ലഭ്യമല്ലാത്ത ഒരു സ്ഥിതി സംജാതമായിരിക്കുകയാണ്. കൊള്ളവയ്ക്ക് തന്നെ വൻതോതിലുള്ള വിലക്കയറ്റമുണ്ടായിട്ടുണ്ട്. കീടനാശിനികൾക്കൊക്കെ 2-3 ഇരട്ടിയാണ് വിലക്കയറ്റമുണ്ടായിട്ടുള്ളത്. മധ്യ പൂർവേഷ്യൻ രാജ്യങ്ങളിലെ യുദ്ധവുമായി ബന്ധപ്പെടുത്തി ഇവിടെ കൃത്രിമമായി വളത്തിന് ക്ഷാമമുണ്ടാക്കുന്ന സമീപനം വ്യാപാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. യൂറിയ പോലെയുള്ള വളങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതാണ്. അത് നമ്മുടെ നാട്ടിലെ വലിയ പ്ലൈവുഡ് കമ്പനിക്കാർക്കും ടെക്സ്റ്റൈൽ കമ്പനിക്കാർക്കും മറിച്ചു വിൽക്കുകയാണ്. കൃഷിക്കാർക്ക് ഇതൊന്നും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യവും സംജാതമായിട്ടുണ്ട്. നല്ല തോതിൽ വളവും കീടനാശിനികളും ഉപയോഗിച്ച് കൃഷി ചെയ്തില്ല എങ്കിൽ ഉൽപാദനം കുറയുമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഉൽപാദന തകർച്ച വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഭക്ഷ്യക്ഷാമത്തിനും ഇടയാക്കുമെന്ന കാര്യവും എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് മേൽ വളത്തിൻ്റെയും കീടനാശിനികളുടെയും ക്ഷാമം ഒഴിവാക്കി കർഷകർക്ക് ആവശ്യമായത് ലഭ്യമാക്കാൻ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുകൊണ്ട് കൃഷിക്കാർക്ക് ആവശ്യമായ വളങ്ങളും കീടനാശിനികളും വർദ്ധിപ്പിച്ച വില കുറച്ചുകൊണ്ട് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന്